ഇന്നത്തെ കഥ നിങ്ങളെ ന്യായമായിട്ട് ഞെട്ടിക്കേണ്ടതും അതുപോലെ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കേണ്ടതുമായ ഭയാനകമായിട്ടുള്ളൊരു ക്യാമ്പി സ്റ്റോറിയാണ്. എന്നാൽ ആ കഥയിലേക്ക് കടക്കും മുൻപ് ഒരു കാര്യമുണ്ട്. ഈ വീഡിയോ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ഇനി ഒരു കാപ്പി കുടിച്ചിട്ട് വന്നിട്ട് ബാക്കി കാണാമെന്ന് വിചാരിക്കരുത്. ഒറ്റയടിക്ക് മുഴുവനായിട്ടും കാണണം. എങ്കിലാണ് ഞാൻ ഉദ്ദേശിച്ചൊരു സംഗതി കേട്ടതുള്ളൂ. അത് വേറെയൊന്നുമല്ല, സസ്പെൻസ് ആണ്. അതുപോലെ ഈ കഥയിലെ ട്വിസ്റ്റ് മുൻകൂട്ടി കണ്ടുപിടിച്ചവർ അതുമൊന്ന് പറയണം. അതുപോലെ ലൈക്ക്, കമൻറ്റ്, ഹൈപ്പ് അങ്ങനെ തുടങ്ങി വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ വാരിക്കോരി തരിക. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനൽ വളരെ ചെറിയ ഒരു ചെടിയാണ്. അത് വളരണമെങ്കിൽ ഈ പറഞ്ഞ വളങ്ങൾ വേണം. അതുപോലെ ഇത്തരം നിഗൂഢമായിട്ടുള്ള കഥകൾ കേൾക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നേരെ കഥയിലേക്ക് പോകാം. (2008) മെയ് 6 ഉച്ചസമയം. 54 വയസ്സുള്ള റിക്കി വില്യംസ് എന്ന മനുഷ്യൻ വെസ്റ്റേൺ വെർജീനിയയിലെ ഡിസ്മിൽ ക്രീക്ക് എന്ന് വിളിക്കുന്ന ഒരു തടാകത്തിന്റെ തീരത്ത് നിന്നുകൊണ്ട് തന്റെ ഫിഷിംഗ് റോഡിൽ ഇര കൊളുത്തി അയാൾ ചൂണ്ട വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടേയിരുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് ട്രൗട്ട് മത്സ്യങ്ങളെ പിടിക്കാമെന്നാണ് അയാൾ വിചാരിച്ചത്. പക്ഷേ 30 മിനിറ്റോളം മീൻപിടുത്തം നടത്തിയിട്ടും ഒരു മത്സ്യവും ചൂണ്ടയിൽ കുടുങ്ങിയില്ല. സാധാരണഗതിയിൽ റിക്കിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം അയാൾക്ക് മണിക്കൂറുകളോളം ഇങ്ങനെ മീൻ പിടിക്കുവാനായിട്ട് ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. അയാൾക്ക് മാത്രമല്ല, അയാളുടെ കൂടെ ഉണ്ടായിരുന്ന നായയ്ക്കും നല്ല വിശപ്പുണ്ട്. ഏതാനും ആഴ്ചകളായിട്ട് അവർ ഈ വനത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്. അവരുടെ ആഹാരശേഖരം ഇതിനോടകം ഏതാണ്ട് തീർന്നു. അതുകൊണ്ട് തന്നെ ഇന്നവർക്ക് കുറച്ച് മീൻ പിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ഇരുവരും പട്ടിണിയാവും. ഇനി റിക്കി ഇപ്പോൾ മീൻ പിടിക്കുന്ന ഡിസ്മിൽ ക്രീക്ക് എന്ന ഈ സ്ഥലത്തെക്കുറിച്ച് അല്പം പറയാം. ആ പേരിൽ തന്നെ ഒരു നിരാശ ഉണ്ടെങ്കിലും വാസ്തവത്തിൽ അപ്പലാച്ചിയൻ റെയിലിന് മുകളിലായിട്ട് കാണപ്പെടുന്ന വളരെ മനോഹരമായതും അതുപോലെ ഒറ്റപ്പെട്ടതുമായിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പലാച്ചിയൻ റെയിൽ അമേരിക്കയുടെ കിഴക്ക് മാറി വളരെ പ്രശസ്തമായ 2200 മൈൽ നീളം വരുന്നൊരു മലമ്പാതയാണ്. അപ്പലാച്ചിയൻ റെയിലിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക നിയമമുണ്ട്. അത് എല്ലാ യാത്രക്കാർക്കും അറിയാം. ഈ നിയമപ്രകാരം നിങ്ങൾ ഈ പാതയിൽ വെച്ച് മറ്റൊരു യാത്രക്കാരനെ കണ്ടുമുട്ടിയാൽ അവർക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ മുൻപും പിൻപും നോക്കാതെ സഹായിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, എന്നെ അവിടെ വെച്ച് നിങ്ങൾ കണ്ടുവെന്ന് കരുതുക. എൻ്റെ ആഹാരം തീർന്നു, കുടിക്കുവാനായിട്ട് വെള്ളമില്ല, എനിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ സഹായിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതുപോലെ തന്നെ ഈ അവസ്ഥ നിങ്ങൾക്കാണ് ഉണ്ടായതെങ്കിൽ നിങ്ങളെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുമുണ്ട്. ചുരുക്കത്തിൽ അതുവഴിക്ക് യാത്ര ചെയ്യുന്നവർ എപ്പോഴും പരസ്പരം സഹായിക്കുവാനായിട്ട് സന്നദ്ധരായിരിക്കണം. റിക്കിക്കും ഈ നിയമത്തെക്കുറിച്ച് നല്ല അറിവുണ്ട്. അയാൾ ഫിഷിംഗ് റോഡിൽ ഇരകൾ കൊളുത്തി വീണ്ടും വീണ്ടും എറിഞ്ഞു. പക്ഷേ ഒരു മത്സ്യം പോലും കിട്ടിയില്ല. വൈകാതെ ഏതെങ്കിലും ഒരു യാത്രക്കാരനോ അല്ലെങ്കിൽ ഒരു കൂട്ടം യാത്രക്കാരോ ഇവിടേക്ക് വരുമെന്നും അവർ തന്നെ കണ്ട് തൻ്റെ അവസ്ഥ മനസ്സിലാക്കി തനിക്ക് ആഹാരം ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ കൈവശമുള്ള ഭക്ഷണം തനിക്ക് തരുമെന്നും അയാൾ വിചാരിച്ചു. അങ്ങനെ വീണ്ടും ഒരു അരമണിക്കൂർ കടന്നുപോയി. പക്ഷേ ഒരു യാത്രക്കാരനും അതുവഴിക്ക് വന്നില്ല. സമയം ഇത്രയുമായിട്ടും റിക്കിക്ക് ഒരു മത്സ്യം പോലും പിടിക്കുവാനും കഴിഞ്ഞില്ല. പെട്ടെന്ന് അയാളുടെ അരികിൽ നിന്നിരുന്ന നായ ഉച്ചത്തിൽ കുരയ്ക്കുവാൻ തുടങ്ങി. ഒരു വേട്ടക്കാരൻ്റെ സാന്നിധ്യം മണത്തതുപോലെ അത് അസ്വസ്ഥമായിട്ട് ചലിക്കുവാൻ തുടങ്ങി. റിക്കി തൻ്റെ നായയെ ശാന്തമാക്കുവാനായിട്ട് ശ്രമിച്ചു. ഇതിനിടയിൽ വനത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ആരോ അയാളുടെ നേർക്കിപ്പോൾ നടന്നു വരുന്നുണ്ട്. ഈ ശബ്ദം കേട്ടപ്പോൾ റിക്കിക്ക് വലിയ സന്തോഷമായി. ഇതൊരു യാത്രക്കാരനായിരിക്കാം, തനിക്ക് ആഹാരം നൽകുവാനായിട്ട് കഴിയുന്ന ഒരാൾ. അതോടൊപ്പം അയാൾക്കൊരു ഭയവും തോന്നി. കാരണം റിക്കി പ്രായമുള്ള, ശാരീരികമായിട്ട് ദുർബലനായിട്ടുള്ളൊരു മനുഷ്യനാണ്. 54 വയസ്സേ ഉള്ളുവെങ്കിലും അയാൾ ഒരു വൃദ്ധനെ പോലെ ദുർബലനാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ആഹാരം കൂടി ഇല്ലാത്തതുകൊണ്ട് അയാളും നായയും തീർത്തും മെലിഞ്ഞുണങ്ങിയിരുന്നു. വളരെ ദുർബലനായ അയാളും നായയും ആർക്കും ഒരു ഭീഷണിയല്ല, മറിച്ച് മറ്റുള്ളവരാണ് അവർക്ക് ഭീഷണി. അങ്ങനെ പറയുവാനും ഒരു കാരണമുണ്ട്. പൊതുവെ നോക്കിയാൽ അപ്പലാച്ചിയൻ റെയിൽ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിരവധി കൊലപാതകം നടന്നിരുന്നു. റിക്കി ഇപ്പോൾ മീൻ പിടിക്കുന്ന ഈ സ്ഥലത്തു നിന്നും 2 മൈൽ താഴെയാണ് ഒരു ഇരട്ടക്കൊല നടന്നത്. റാണ്ടൽ ലീ സ്മിത്ത് എന്നു പേരുള്ളൊരു കൊലയാളി അവിടെ വെച്ച് 2 യാത്രക്കാരെ കത്തികൊണ്ട് കുത്തിയും വെടിവെച്ചും വളരെ ക്രൂരമായിട്ട് കൊന്നു. 1981 മെയ് 19 ആ സംഭവം ഉണ്ടായത്. മെയിനിൽ നിന്നും വന്ന 27 വയസ്സുള്ള 2 സാമൂഹിക പ്രവർത്തകരായിരുന്നു റോബർട്ട് മൗണ്ട്ഫോർഡ് ജൂനിയറും ലോറ റാംസയും. അവരെയാണ് റാണ്ടൽ ലീ സ്മിത്ത് കൊലപ്പെടുത്തിയത്. അപ്പലാച്ചിയൻ റെയിലിൽ നടന്ന ആദ്യത്തെ ഇരട്ട കൊലപാതകമായിരുന്നു അത്. അന്ന് കൊല്ലപ്പെട്ട മൗണ്ട്ഫോർഡും റാംസയും മാനസിക രോഗികൾക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നവരായിരുന്നു. അന്ന് നടന്ന ഈ കൊലയെക്കുറിച്ച് റിക്കിക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം. അയാളുടെ ഉള്ളിൽ നിന്നും ആ ഓർമ്മകൾ പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് മറ്റുള്ളവരെ കണ്ടുമുട്ടുമ്പോഴും അവരിൽ നിന്നും സഹായം സ്വീകരിക്കുമ്പോഴും അയാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഭയം തോന്നാറുണ്ട്. കാരണം റിക്കി ദുർബലനായ
ഒരു ചെറിയ മനുഷ്യനാണ്. മാത്രവുമല്ല, ഇരട്ടക്കൊല നടന്ന സ്ഥലത്തോട് വളരെ അടുത്തുമാണ് അയാളിപ്പോൾ. അതുകൊണ്ട് തന്നെ ആ ശബ്ദം കൂടുതൽ അടുത്തേക്ക് വരും തോറും റിക്കി ജാഗ്രതയിലായി. അവസാനം ഒരു യുവാവ് വനത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. ഒരു നിമിഷം രണ്ടുപേരും പരസ്പരം നോക്കി. ആ യുവാവ് റിക്കിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഹേ, നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. അയാളെ കണ്ടതും റിക്കിക്ക് വലിയ ആശ്വാസം തോന്നി. കാരണം ഈ യുവാവ് തനിക്കൊരു ഭീഷണിയല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ അയാൾക്ക് മനസ്സിലായി. വന്ന മനുഷ്യൻ തൻ്റെ പേര് സ്കോട്ട് ജോൺസ്റ്റൺ എന്നാണെന്നും തൻ്റെ കൂട്ടുകാരനൊപ്പം ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുകയാണെന്നും അവരും റിക്കിയെപ്പോലെ ഇവിടേക്ക് മീൻ പിടിക്കുവാനായിട്ട് വന്നതാണെന്നും പറഞ്ഞു. റിക്കി ഉടനെ അയാളോട് ഓഹോ, അങ്ങനെയാണോ സ്കോട്ട്? നിന്നെ ഇവിടെ വെച്ച് കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിന്റെ കൈവശം എനിക്ക് തരുവാനായിട്ട് ആഹാരം വല്ലതുമുണ്ടോ? സ്കോട്ട് ഉടൻ തന്നെ തീർച്ചയായും എന്ന് പറഞ്ഞു. എന്നിട്ട് തൻ്റെ ബാഗിൽ നിന്നും കുറച്ച് എനർജി ബാറുകളും ഒരു പാക്കറ്റ് ചിപ്സും എടുത്ത് റിക്കിക്ക് കൊടുത്തു. കൂടാതെ റിക്കിക്ക് മീൻ പിടിക്കുവാനായിട്ട് കുറച്ച് പുതിയ ഇരയും നൽകി. അടുത്ത ഏതാനും മണിക്കൂറുകൾ സ്കോട്ടും റിക്കിയും ആ നദിയുടെ തീരത്തിരുന്ന് ഒരുമിച്ചാണ് മീൻ പിടിച്ചത്. കുറച്ചു സമയത്തിന് ശേഷം അവരുടെ ചൂണ്ടകളിൽ നല്ല വലിപ്പമുള്ള ട്രൗട്ട് മത്സ്യങ്ങൾ കൊത്തുവാനായിട്ട് തുടങ്ങി. ഇരുവർക്കും തുടർച്ചയായിട്ട് മത്സ്യം കിട്ടി. അങ്ങനെ റിക്കിക്ക് ആ ദിവസം വളരെ മനോഹരമായിട്ടുള്ള ഒന്നായിട്ട് മാറുകയാണ്. മീൻപിടുത്തം കഴിഞ്ഞതും സ്കോട്ട് റിക്കിയോട് താങ്കൾക്ക് എന്നോടൊപ്പം ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിൽ വന്ന് അത്താഴം കഴിക്കുവാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. റിക്കിയുടെ ക്യാമ്പിലാവട്ടെ ആഹാരമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷണം അയാൾക്ക് തള്ളിക്കളയുവാനായിട്ട് കഴിയില്ല. തീർച്ചയായിട്ടും എനിക്ക് നിന്റെ കൂടെ വരുവാനായിട്ട് സമ്മതമാണെന്ന് അയാൾ പറഞ്ഞു. ഇതിനോടകം ആ ചെറുപ്പക്കാരനെ അയാൾക്കും ഇഷ്ടമായി. സൂര്യൻ അസ്തമിച്ചതും ഇരുവരും അവരുടെ സാധനങ്ങൾ പാക്ക് ചെയ്തു. എന്നിട്ട് സ്കോട്ട് ഇവിടേക്ക് വന്ന വനത്തിലൂടെ നടക്കുവാനായിട്ട് തുടങ്ങി. ഇതിനിടയിൽ സ്കോട്ടിന്റെ ഫിഷിംഗ് റോഡ് അവർ പോകുന്ന വഴിയിൽ താഴ്ന്നു നിൽക്കുന്ന ഒരു മരത്തിന്റെ ശാഖയിൽ അപ്രതീക്ഷിതമായിട്ട് കുടുങ്ങി. അത് പുറത്തേക്ക് എടുക്കുവാനായിട്ട് അവൻ ശരിക്കും പാടുപെട്ടു. അവസാനം സ്കോട്ട് റിക്കിയോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ നേരെ മുൻപോട്ട് പോകണം. എൻ്റെ ക്യാമ്പ് സൈറ്റ് പോകുന്ന വഴിക്കാണ്. നേരെ മുകളിലേക്ക് പോയാൽ മതി, അതവിടെ കാണാം. ഞാൻ ഈ ചൂണ്ടയും എടുത്തുകൊണ്ട് പിന്നാലെയുണ്ട്. റിക്കി ശരി എന്നും പറഞ്ഞുകൊണ്ട് നേരെ ആ കുന്നിന്റെ മുകളിലേക്ക് നടന്നു. മരങ്ങളുടെ ഒരു വലിയ നിരയും താണ്ടി അയാൾ സ്കോട്ടിന്റെ ക്യാമ്പ് സൈറ്റ് നിൽക്കുന്ന തുറസായ ഒരു സ്ഥലത്ത് എത്തുകയാണ്. അപ്പോഴാണ് റിക്കി ഞെട്ടലോടെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. സ്കോട്ടിന്റെ ഇരട്ടി വലിപ്പവും അതുപോലെ റിക്കിയുടെ 4 ഇരട്ടി വലിപ്പവുമുള്ള ഒരു വലിയ മനുഷ്യൻ ആ ക്യാമ്പിൽ ഇരിക്കുന്നു. അയാൾ ക്യാമ്പ് ഫയറിന്റെ മുൻപിൽ കുനിഞ്ഞിരിക്കുകയാണ്. ഈ വലിയ മനുഷ്യൻ ഒരുപക്ഷെ സ്കോട്ടിന്റെ സുഹൃത്തായിരിക്കും. റിക്കി തന്റെ അടുത്തേക്ക് വരുന്ന ശബ്ദം അയാളും കേട്ടു. ഓർക്കുക, ഇപ്പോൾ സമയം രാത്രിയാണ്. അയാളാവട്ടെ അപകടം നിറഞ്ഞ വിജനമായിട്ടുള്ളൊരു സ്ഥലത്തുമാണ്. ശബ്ദം കേട്ട ആ മനുഷ്യൻ തലതിരിച്ചു നോക്കിയപ്പോൾ ഒരു അപരിചിതൻ നിൽക്കുന്നതാണ് കണ്ടത്. സ്കോട്ടിനെ എവിടെയും കാണുവാനുമില്ല. ഉടൻ തന്നെ അയാൾ ഒരു മരക്കഷ്ണം എടുത്തുകൊണ്ട് റിക്കിയെ ഭയപ്പെടുത്തുന്ന മട്ടിൽ നോക്കി. നീ ആരാണ്? എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. റിക്കി ഇത് കണ്ട് ഞെട്ടിപ്പോയി. ആ വൃദ്ധൻ കൈകൾ ഉയർത്തിക്കൊണ്ട് എനിക്ക് ദുഃഖമുണ്ട്. സ്കോട്ടാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. ഇതാണോ അയാൾ പറഞ്ഞ സ്ഥലമെന്ന് എനിക്ക് ഉറപ്പില്ല. സ്ഥലം മാറിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ആ നിമിഷം സ്കോട്ട് തൻ്റെ ഫിഷിംഗ് റോഡും അഴിച്ചെടുത്തുകൊണ്ട് മരങ്ങളുടെ നിരയിൽ നിന്നും പുറത്തേക്ക് വന്നു. അവൻ റിക്കിയുടെ പുറത്ത് തട്ടിക്കൊണ്ട് ആ വലിയ മനുഷ്യരോട് ഇങ്ങനെ പറഞ്ഞു, ഇതാണ് എൻ്റെ സുഹൃത്ത് ഷോൺ ഫാർമർ. നിങ്ങൾ ഇതിനോടകം പരിചയപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്കോട്ടിനെ കണ്ടതും ഷോൺ റിലാക്സ് ആയി. അവൻ മരക്കഷ്ണം താഴെ വെച്ച് റിക്കിയെ തുറിച്ചു നോക്കുന്നത് നിർത്തി. പക്ഷേ ആ ക്യാമ്പ് സൈറ്റിൽ താൻ വന്നതിൽ ഷോൺ അത്രയ്ക്ക് സന്തോഷവാനല്ലെന്ന് റിക്കിക്ക് മനസ്സിലായി. അയാൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അതേസമയം സ്കോട്ട് റിക്കിയെ ക്യാമ്പ് ഫയറിൻ്റെ അടുത്തേക്ക് ക്ഷണിച്ചു. അയാളോട് ഇരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഷോൺ വളരെ മികച്ചൊരു പാചകക്കാരനാണ്. അവൻ നമുക്ക് വേണ്ടിയിട്ട് ഈ മത്സ്യം മനോഹരമായിട്ട് പാകം ചെയ്യും. റിക്കിക്ക് ഇപ്പോൾ അവിടെ നിന്നും ഒന്ന് പോയാൽ മതിയെന്നായിരുന്നു വിചാരം. പക്ഷേ തൻ്റെ ഈ അവസ്ഥയിൽ അവരുടെ സൽക്കാരം സ്വീകരിക്കാതിരിക്കുവാനും കഴിയില്ല. അയാൾ ഷോണിൻ്റെ അടുത്തായിട്ടിരുന്നു. ഷോണിന് തൻ്റെ അരികിൽ റിക്കി ഇരുന്നത് ഒട്ടും ഇഷ്ടമായില്ല എന്ന് മുഖഭാവത്തിൽ നിന്നും വ്യക്തമായിരുന്നു. അടുത്തതായിട്ട് സംഭവിച്ചത് ഇതാണ്. സ്കോട്ട് ഷോണിൻ്റെ അടുത്തേക്ക് വന്ന് താനും റിക്കിയും പിടിച്ച മത്സ്യങ്ങൾ അവന് കൈമാറി. അതിനുശേഷം നേരെ ക്യാമ്പ് ഫയറിൽ നിന്നും അകലേക്ക് നടന്നു. ഷോണിൻ്റെ ജീപ്പ് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തായിട്ട് സ്കോട്ടിൻ്റെ ട്രക്കും. അവൻ തൻ്റെ ട്രക്കിൽ കയറി റേഡിയോ ഓൺ ചെയ്തു. ഒരു കൺട്രി മ്യൂസിക് വളരെ ഉച്ചത്തിൽ പ്ലേ ചെയ്തു. ഈ പാട്ട് കേട്ടതും റിക്കി അടിയേറ്റതുപോലെ വേദന കൊണ്ട് പുളഞ്ഞു. ആ വൃദ്ധൻ്റെ മുഖം ചുളിയുകയും ശരീരം ഞെളിപിരി കൊള്ളുകയും ചെയ്തു. കാരണം അയാളെ സംബന്ധിച്ച അപ്പലാച്ചിയൻ ട്രയൽ എന്നാൽ പ്രകൃതി ഭംഗി നിറഞ്ഞൊരു സ്ഥലമാണ്. അയാൾക്കിത് സ്വന്തം വീട് പോലെയാണ്. അതിൻ്റെ ഏറ്റവും മനോഹാരിത അതിൻ്റെ ശാന്തതയും അതുപോലെ നിശബ്ദതയുമാണ്. അങ്ങനെയുള്ള ഈ മനോഹരമായ സ്ഥലത്തിൻ്റെ നടുവിൽ വെച്ച് കർണകഠോരമായിട്ടുള്ള കൺട്രി മ്യൂസിക് ഉച്ചത്തിൽ വെച്ചത് പ്രകൃതിയോട് ചെയ്യുന്ന കടുത്ത അനാദരവായിട്ട് റിക്കിക്ക് തോന്നി. ആ വൃദ്ധന് ഈ 2 ചെറുപ്പക്കാരും എന്തോ അത്ര ശരിയല്ലെന്ന് തോന്നി. അവർ വളരെ അനാദരവുള്ളവരാണ്, താന്തോന്നികളാണ്, ഒരു പക്ഷേ ക്രിമിനൽസ് ആകുവാൻ സാധ്യതയുണ്ട്. റിക്കിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. എങ്കിലും റിക്കി അവരോടൊന്നും പറഞ്ഞില്ല. അതുപോലെ അവിടെ നിന്നും പോകുവാനും ശ്രമിച്ചില്ല.
കാരണം നമ്മൾ നേരത്തെ കണ്ടതുപോലെ അയാളും നായയും വല്ലാതെ വിശന്നിരുന്നു. അവർക്ക് ആ മത്സ്യം കഴിച്ചേ തീരൂ. ഒരു നിമിഷത്തിന് ശേഷം സ്കോട്ട് ട്രക്കിൽ നിന്ന് തിരിച്ചു വന്ന് ഷോണിന്റെ അടുത്തായിട്ടിരുന്നു. പിന്നെ അവനും ഷോണും കത്തികൾ പുറത്തെടുത്ത് മത്സ്യങ്ങൾ വൃത്തിയാക്കുവാൻ തുടങ്ങി. ആ സമയവും റിക്കി ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അയാൾക്കൊരു വല്ലായ്മ തോന്നി. ഹലോ, എനിക്കും ഒരു കത്തി തരാമോ? ഞാനും മത്സ്യം വൃത്തിയാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഷോണും സ്കോട്ടും ഒന്നുപോലെ അയാളെ തടഞ്ഞുകൊണ്ട് വേണ്ട, ഞങ്ങളിത് ചെയ്തോളാമെന്ന് പറഞ്ഞു. റിക്കി വല്ലായ്മയോടെ അവിടെ ഇരുന്നു. അവരുടെ കത്തികളിൽ നിന്നും പ്രകാശം പ്രതിഫലിക്കുന്നത് അയാൾ ഭയത്തോടെ നോക്കി. ഒടുവിൽ സ്കോട്ടും ഷോണും മത്സ്യങ്ങളെല്ലാം വൃത്തിയാക്കി കത്തികൾ മാറ്റിവെച്ചു. തീയിൽ മത്സ്യം പാകം ചെയ്യുവാനായിട്ട് തുടങ്ങി. റിക്കിക്ക് അന്തരീക്ഷം ഒന്ന് അല്പം അയവ് വന്നതുപോലെ തോന്നി. അയാൾക്ക് ആശ്വാസമായി. കുറഞ്ഞ പക്ഷം ഇപ്പോൾ അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. ക്രമേണ അയാൾ അവരുമായിട്ട് സംസാരിക്കുവാൻ തുടങ്ങി. തനിക്ക് അപ്പലാച്ചിയൻ ട്രയൽ വളരെ ഇഷ്ടമാണെന്നും തൻ്റെ നായയോടൊപ്പം ആഴ്ചകളോളം ഇവിടെ വന്ന് തങ്ങാറുണ്ടെന്നും സ്വന്തം വീട്ടിലിരിക്കുന്നതിനേക്കാളും വനത്തിൽ ചിലവഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടമെന്നും പ്രകൃതിയിൽ ഇരിക്കുന്നത് തനിക്കൊരു ആത്മീയ അനുഭവം പോലെയാണെന്നും അയാൾ അവരോട് പറഞ്ഞു. ചിലപ്പോഴൊക്കെ താൻ ഇത്തരം അവസരങ്ങളിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചില ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള മന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്യാറുണ്ട്. റിക്കി തൻ്റെ ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് ഷോണിനോടും സ്കോട്ടിനോടും പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. അവർ തൻ്റെ കഥ ആകാംക്ഷയോടെ കേൾക്കുന്നുണ്ട്. ഉചിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ തലയാട്ടുന്നുമുണ്ട്. പക്ഷേ അതേ സമയത്ത് ഈ രണ്ടു പേരും തന്നെ അല്പം വിചിത്ര മനുഷ്യനെ പോലെയാണ് കാണുന്നത്. റിക്കി തൻ്റെ കാഴ്ചപ്പാടുകൾ അവരോട് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ സ്കോട്ടും ഷോണും അമ്പരപ്പോടെ പരസ്പരം നോക്കി. ഈ കിളവിന് എന്തോ പ്രശ്നമുണ്ടെന്ന ഭാവമായിരുന്നു അവരുടെ മുഖത്ത്. അപ്പോൾ റിക്കിക്ക് അവർക്ക് മുൻപിൽ തൻ്റെ മനസ്സ് തുറന്നു തോർത്ത് വലിയ നാണക്കേട് തോന്നി. അപ്പോഴേക്കും മത്സ്യം പാകമായിരുന്നു. 3 പേരും നിശബ്ദമായിട്ടത് കഴിച്ചു. അത്താഴം കഴിഞ്ഞപ്പോൾ രാത്രി 8 മണി അടുത്തായി. പുറത്ത് കനത്ത ഇരുട്ടായിരുന്നു. ഈ സമയത്ത് റിക്കി ക്യാമ്പിൽ നിന്നും പോകുവാനായിട്ട് എഴുന്നേറ്റു. കാരണം അയാളുടെ അസ്വസ്ഥത അപ്പോഴും മാറിയിരുന്നില്ല. തൻ്റെ പാത്രവും കത്തിയും താഴെ വെച്ച് ഷോണിനോട് സ്കോട്ടിനോടും നന്ദിയും പറഞ്ഞുകൊണ്ട് അയാൾ വേഗത്തിൽ എഴുന്നേറ്റു. എന്നിട്ട് നായയും കൂട്ടി വനത്തിലുള്ള സ്വന്തം ക്യാമ്പ് സൈറ്റിലേക്ക് നടക്കുവാൻ തുടങ്ങി. എന്നാൽ റിക്കിയും നായയും ഏകദേശം 10 അല്ലെങ്കിൽ 15 അടി ദൂരം ആ ക്യാമ്പ് സൈറ്റിൽ നിന്നും നടന്നതും പൊടുന്നനെ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്നാമത്തെ കാര്യം ഇതാണ്. റിക്കി പെട്ടെന്ന് തിരിഞ്ഞ് ആ ക്യാമ്പ് സൈറ്റിലേക്ക് ഒന്ന് നോക്കി. രണ്ടാമത്, അതേ സമയത്തൊരു പൊട്ടിത്തെറിയുടെ ഒച്ച ആ വനത്തിൽ നിന്നും ഉയർന്നു. ഈ സംഭവം നടന്ന് ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞ് കാണും. റിക്കിയും ഷോണും സ്കോട്ടും ഉണ്ടായിരുന്ന ആ സ്ഥലത്തു നിന്നും ഏകദേശം 4 മൈൽ അകലെയായിട്ട് 2 സ്ത്രീകൾ അവരുടെ വീട്ടിൽ അത്താഴം കഴിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ മുൻവാതിലിൽ ആരോ അതിശക്തമായിട്ട് മുട്ടുന്ന ശബ്ദം കേട്ടു. ഈ സ്ത്രീകൾ വളരെ വിജനമായൊരു ഭാഗത്താണ് താമസം. അതുകൊണ്ട് തന്നെ അവരിത് കേട്ടപ്പോൾ വളരെ ആശങ്കാകുലരായി. അവരിൽ ഒരാൾ പോലീസിനെ വിളിക്കുവാൻ തയ്യാറെടുത്ത് ഫോണിന്റെ അടുത്തേക്ക് ഓടി. മറ്റേയാൾ വളരെ ശ്രദ്ധയോടെ വീടിന്റെ മുൻവാതിലിന് നേർക്ക് നടന്നു. അവൾ ജനാലയിലൂടെ പുറത്തേക്ക് ഉറ്റുനോക്കി. പുറത്ത് ഒന്നും കാണുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഇരുട്ട് അത്രയ്ക്കും കനത്തതായിരുന്നു. വാതിലിൽ ആരോ അപ്പോഴും തുടർച്ചയായിട്ട് മുട്ടുന്നുണ്ട്. അവർ ഭയത്തോടെ വാതിൽ അല്പം മാത്രം തുറന്നു. പുറത്ത് കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. വീടിന്റെ വരാന്തയിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. രക്തം നിറച്ച ഒരു ടാങ്കിൽ മുങ്ങി എഴുന്നേറ്റതുപോലെയായിരുന്നു അയാളെ കണ്ടാൽ. ശരീരം പൂർണ്ണമായിട്ടും രക്തത്തിൽ കുതിർന്നിരുന്നു. ദേഹം മുഴുവനും കടും ചുവപ്പായിരുന്നു. ഒരു കൈയാകട്ടെ കഴുത്തിൽ അമർത്തി വെച്ചിരുന്നു. ഇത് കണ്ടതും ആ സ്ത്രീ പൂർണ്ണമായിട്ടും വാതിൽ തുറന്നു. അയാളുടെ കഴുത്തിൽ നിന്നും രക്തം ചീറ്റുന്നതാണ് അവർ കണ്ടത്. അയാൾ മരണത്തിന്റെ വക്കിലായിരുന്നു. വാതിൽ തുറന്ന സ്ത്രീ മറ്റേ സ്ത്രീയോട് ദയവായിട്ട് 911 വിളിക്കൂ, ഇവിടെ ഒരാൾ മരിക്കുവാനായിട്ട് പോകുന്നു എന്ന് അലറി പറഞ്ഞു. അവർ വേഗം 911 വിളിച്ചു. അതേ സമയത്ത് പുറത്തു നിന്ന മനുഷ്യൻ വിറച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ദയവായിട്ട് എന്നെ സഹായിക്കണം. പിന്നെ അയാൾ ഡിസ്മൽ ക്രീക്ക് എന്ന വാക്ക് വളരെ കഷ്ടപ്പെട്ട് പറഞ്ഞു. അതിനുശേഷം തളർന്നു വീണു. അവർ ഞെട്ടിപ്പോയി. അതോടൊപ്പം പുറത്തേക്ക് നോക്കിയപ്പോൾ വീടിന് മുന്നിലെ റോഡിൽ ഒരു വാഹനം കിടക്കുന്നത് അവർ കണ്ടു. അതിന്റെ എഞ്ചിൻ അപ്പോഴും ശബ്ദിക്കുന്നുണ്ട്. ഇതുവരെയും അവളത് ശ്രദ്ധിച്ചിരുന്നില്ല. ഈ മനുഷ്യനെ ആരെങ്കിലും അവിടെ ഇറക്കി വിട്ടതാണോ, അല്ലെങ്കിൽ അയാൾ തന്നെ ആയിരിക്കുമോ ആ വാഹനം ഓടിച്ചു വന്നത്? അവർക്ക് ഒന്നും മനസ്സിലായില്ല. എന്താണ് സംഭവിച്ചത് എന്ന് അവർ മനസ്സിലാക്കും മുൻപ് അവിടേക്ക് ഒരു ആംബുലൻസും അതോടൊപ്പം നിരവധി പോലീസ് കാറുകളും വരികയാണ്. തൊട്ടു പിന്നാലെ മെഡിക്കുകൾ പുറത്തേക്ക് ഇറങ്ങി. രക്തം വാർന്ന് മരണാസന്നനായിട്ടുള്ള മനുഷ്യനെ എടുത്തവർ ആംബുലൻസിൽ കയറ്റി പിന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. അതേ സമയത്ത് ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ ഡിസ്മൽ ക്രീക്കിലേക്ക് അതിവേഗത്തിൽ പാഞ്ഞു. കാരണം ഈ സ്ത്രീകൾ 911 വിളിച്ചപ്പോൾ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. വരാന്തയിൽ രക്തത്തിൽ കുളിച്ചു വന്ന ആ മനുഷ്യൻ ഡിസ്മൽ ക്രീക്ക് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിലും ഫോണിലൂടെ പോലീസിന് ഈ ഇൻഫർമേഷനും അവർ പാസ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പോലീസ് നേരെ ഡിസ്മൽ ക്രീക്കിലേക്ക് പുറപ്പെട്ടത്. കാരണം ആ പ്രദേശത്തു നിന്നുമായിരിക്കാം അയാൾ രക്തത്തിൽ കുളിച്ചു വന്നത് എന്ന് അവർ ഇതിനോടകം ഊഹിച്ചു. പോലീസ് വളഞ്ഞു പൊളഞ്ഞ ആ മലയോര പാതയിലൂടെ പോകുമ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത്. ഒരു ട്രക്ക് അവരുടെ നേർക്ക് അമിത വേഗത്തിൽ വരുന്നു. പോലീസ് വാഹനങ്ങൾ കണ്ടതും ആദ്യം ട്രക്ക് ബ്രേക്ക് ചവിട്ടി. പോലീസ് കാറുകൾക്ക് വഴി മാറുവാനായിട്ട് അതൊന്ന് ശ്രമിച്ചു.
ട്രക്ക് ഏതാണ്ട് നിന്നതിന് തൊട്ടു പിന്നാലെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ട്രക്കിന്റെ ഡ്രൈവർ വീണ്ടും ആക്സിലേറ്റർ അമർത്തി. അടുത്ത നിമിഷം മുൻപോട്ട് കുതിച്ച വാഹനം റോഡിന്റെ ഒരു വശത്തേക്ക് വെട്ടിത്തിരിഞ്ഞ് ഒരു തിട്ടയിലേക്ക് ഇടിച്ചു കയറി. എന്നിട്ട് കരണം മറിഞ്ഞു. കുറേയേറെ തവണ മലക്കം മറിഞ്ഞ ശേഷം ട്രക്ക് നിന്നു. പോലീസ് ഓഫീസർമാർ ഞെട്ടിപ്പോയി. അവരാദ്യം വിചാരിച്ചത് ആ ട്രക്ക് തങ്ങൾക്ക് വഴി മാറുവാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ആ ഡ്രൈവർ ട്രക്ക് നിന്നതിന് ശേഷവും വീണ്ടും അമിത വേഗത്തിൽ മുൻപോട്ട് എടുത്തത് എന്നവർക്ക് മനസ്സിലായില്ല. ആ ഡ്രൈവർ അറിഞ്ഞുകൊണ്ട് അപകടം ഉണ്ടാക്കുവാനായിട്ട് ശ്രമിച്ചതുപോലെയാണ് അവർക്കത് കണ്ടപ്പോൾ തോന്നിയത്. പോലീസ് വേഗം കാറുകളിൽ നിന്നും ഇറങ്ങി തോക്കുകൾ വലിച്ചെടുത്തുകൊണ്ട് അപകടത്തിൽപ്പെട്ട ട്രക്കിനടുത്തേക്ക് നടന്നു. വാഹനത്തിന്റെ ഉള്ളിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോഴും അയാൾക്ക് ജീവനുണ്ടായിരുന്നു. പോലീസ് അയാളെ വാഹനത്തിൽ നിന്നും പുറത്തേക്കെടുത്തു. എന്നിട്ടൊരു ആംബുലൻസ് വിളിച്ചു. തൊട്ടു പിന്നാലെ ആംബുലൻസ് വന്നു. ഒരു പോലീസ് ഓഫീസറെയും ആംബുലൻസിന്റെ ഒപ്പം അവർ അയച്ചു. കാരണം ഈ ട്രക്ക് ഡ്രൈവറുടെ നേർക്ക് അവർക്ക് ഇതിനോടകം ചില സംശയങ്ങൾ തോന്നിയിരുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഡിസ്മിൽ ക്രീക്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയുവാനാണ് പോലീസ് അവിടേക്ക് പോയത്. ഇപ്പോൾ അവർക്ക് നേരെ വന്ന ഈ ട്രക്ക് ആവട്ടെ ഡിസ്മിൽ ക്രീക്കിൽ നിന്നും വരും പോലെയാണ് അവർക്ക് തോന്നിയതും. ഇപ്പോഴുണ്ടായ ട്രക്ക് അപകടവും രക്തത്തിൽ കുളിച്ച് സഹായം ചോദിച്ചു വന്ന ആളും തമ്മിൽ ഒറ്റ നോട്ടത്തിൽ യാതൊരു ബന്ധവുമില്ലെങ്കിലും ഇവ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടായിരിക്കുമെന്ന് പോലീസിന് തോന്നി. ഏകദേശം 30 മിനിറ്റിന് ശേഷമാണ് പോലീസിന് അവിടെ നിന്ന് ഡിസ്മിൽ ക്രീക്കിലേക്ക് യാത്ര തുടരുവാൻ കഴിഞ്ഞത്. അവിടെ എത്തിയതും പോലീസ് ആ പ്രദേശം മുഴുവനും ചിതറി മാറി അവിടെ ആകെ വളഞ്ഞു. വൈകാതെ അവരുടെ അന്വേഷണത്തിൽ ഡിസ്മിൽ ക്രീക്കിന്റെ മധ്യത്തിലായിട്ട് ഒരു ക്യാമ്പ് സൈറ്റ് കണ്ടെത്തി. അവിടെ ഒരു കൂടാരവും ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ മുൻപ് കണ്ട ഷോണും സ്കോട്ടും താമസിച്ച വൃദ്ധനായ റിക്കി അവരോടൊപ്പം അത്താഴം കഴിച്ച ക്യാമ്പ് സൈറ്റ് അല്ലായിരുന്നു. ഇത് മറ്റൊരു ക്യാമ്പ് സൈറ്റ് ആയിരുന്നു. അവിടെ നിന്നും അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ഈ ക്യാമ്പ് സൈറ്റിൽ താമസിക്കുന്നവൻ ആരായാലും അയാൾ മാനസിക സ്ഥിരതയില്ലാത്തവനും അതോടൊപ്പം വലിയ അപകടകാരിയുമായിട്ട് അവർക്ക് തോന്നി. ആ ക്യാമ്പ് സൈറ്റ് വളരെ ലളിതമായിരുന്നു. ഒരു ടെന്റും ക്യാമ്പ് ഫയറും മാത്രമാണ് അവിടെ ഉള്ളത്. പോലീസ് ടെന്റിന്റെ ഫ്ലാപ്പ് പൊക്കി ഉള്ളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് 30ഓളം കത്തികളുടെ ഒരു ശേഖരമാണ്. ആ പ്രദേശത്തെ പോലീസിന്റെ റേഡിയോ സംഭാഷണങ്ങൾ കേൾക്കുവാൻ കഴിയുന്ന ഒരു പോലീസ് സ്കാനറും അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഈ സ്കാനർ ഉപയോഗിച്ച് പോലീസുകാർ ആ പ്രദേശത്ത് എന്താണ് ചെയ്യുന്നത് എന്ന് അയാൾക്ക് സമയാസമയത്ത് അറിയുവാനായിട്ട് കഴിയും. അതും കൂടാതെ വസ്ത്രങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ചിലതാകട്ടെ കുട്ടികളുടെയാണ്, വേറെ ചിലത് മുതിർന്നവരുടെയും, ചിലത് പുരുഷന്മാരുടെ, ചിലത് സ്ത്രീകളുടെ. അതുപോലെ കണ്ണടകളുടെ ഒരു ശേഖരവും 8 ജോഡിയോളം വരുന്ന സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളും അവിടെ നിന്നും കണ്ടെത്തി. കൂടാരത്തിന്റെ ഉള്ളിൽ അപ്പലാച്ചിയൻ ട്രെയിലിന്റെ ഒരു ഭൂപടവും ഉണ്ടായിരുന്നു. ഈ ഭൂപടത്തിൽ ട്രെയിലിലെ പല സ്ഥലങ്ങളിലും വൃത്തങ്ങൾ വരച്ച് അടയാളപ്പെടുത്തിയിരുന്നു. ഈ വൃത്തങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന യാതൊരു വിവരവും അതിൽ ഉണ്ടായിരുന്നില്ല. അതിൽ കാണപ്പെട്ട ഒരു വൃത്തമാകട്ടെ ഡിസ്മിൽ ക്രീക്കിനെയാണ് സൂചിപ്പിച്ചത്. മാപ്പിനടുത്തായിട്ട് ഒരു ടേപ്പ് റെക്കോർഡറും അതിലൊരു കാസറ്റും ഉണ്ടായിരുന്നു. പോലീസ് അതിലെ പ്ലേ ബട്ടൺ അമർത്തിയപ്പോൾ അതിൽ നിന്നും പുറത്തു വന്ന ശബ്ദം അവരെ ഭയപ്പെടുത്തി. ആ കാസറ്റിൽ നിന്നും ഒരുതരം സാത്താനിക് ആചാരം അനുഷ്ഠിക്കും പോലെയുള്ള ശബ്ദമായിരുന്നു പുറത്തു വന്നത്. ഒരു മനുഷ്യൻ ആവർത്തിച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിടുന്നു. നമ്മുടെ കഥകൾ കണ്ടവർക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട്, ഇതൊരു സാധാരണക്കാരന്റെ കൂടാരമല്ല, ഒരു സീരിയൽ കില്ലറിന്റെ വാസസ്ഥലമാണെന്ന്. അതിന്റെ ഉള്ളിൽ കണ്ടെത്തിയ വസ്തുക്കൾ അവന്റെ ഇരകളുടെ ആണെന്നും ഒരു സുവനീർ പോലെ അവനത് സൂക്ഷിച്ചു വെച്ചതാണെന്നും. പക്ഷേ പോലീസിനെ ഞെട്ടിച്ചത് ഇതൊന്നുമല്ല. ആ കൂടാരത്തിന്റെ ഉള്ളിൽ നിന്നും അവർക്കൊരു കടലാസ് കിട്ടി. ആ കടലാസ് ഒരാളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ആ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് ഈ പ്രദേശത്തുള്ള പോലീസുകാർക്കും മാത്രമല്ല അവിടെയുള്ള സകല ജനങ്ങൾക്കും അറിയാവുന്ന ഒന്നായിരുന്നു. അന്ന് രാത്രിയിൽ സംഭവിച്ച സകല കാര്യങ്ങളും ഈ പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതെ, അന്ന് രാത്രി 8 മണിയോടടുപ്പിച്ച് വൃദ്ധനായ റിക്കിയും അയാളുടെ നായയും സ്കോട്ടിന്റെയും ഷോണിന്റെയും ക്യാമ്പിൽ നിന്ന് നടന്നപ്പോൾ ഉണ്ടായ സ്ഫോടന ശബ്ദം മുതൽ 2 സ്ത്രീകൾ മാത്രം താമസിക്കുന്നൊരു വീട്ടിലേക്ക് രക്തത്തിൽ കുളിച്ചൊരു മനുഷ്യൻ വേച്ചു വന്നതും അതിനെ തുടർന്നുണ്ടായ ട്രക്ക് അപകടവും അങ്ങനെ തുടങ്ങി എല്ലാറ്റിനും കാരണം ഈ ഒരു വ്യക്തിയായിരുന്നു. അയാൾ ആരാണ്, അയാളുടെ പേരെന്താ തുടങ്ങിയ കാര്യങ്ങൾ അറിയും മുൻപായിട്ട് നമുക്ക് അല്പം ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. ഏകദേശം 4 മണിക്കൂർ മുൻപ് വൃദ്ധനായ റിക്കി ഷോണിന്റെയും സ്കോട്ടിന്റെയും ക്യാമ്പ് സൈറ്റിൽ നിന്നും നടന്ന ശേഷം വീണ്ടും അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ആ വലിയ സ്ഫോടന ശബ്ദമുണ്ടായത്. റിക്കി മാത്രമല്ല, ഷോണും സ്കോട്ടും അത് കേട്ടു. അവർ പരസ്പരം ഞെട്ടലോടെയും ഭയത്തോടെയും നോക്കുന്നത് അയാൾ കണ്ടു. പിന്നെ റിക്കി കണ്ട കാഴ്ച ഇതാണ്. ഷോൺ തന്റെ മുഖത്ത് കൈയും വെച്ചുകൊണ്ട് മുൻപോട്ട് വേച്ചു പോകുന്നു. അയാൾ കൈ വലിച്ചപ്പോൾ അതിലാകെ രക്തമായിരുന്നു. കാരണം ഷോണിന്റെ മുഖത്താണ് വെടിയേറ്റത്. അവനെ വെടിവെച്ചത് മറ്റാരും ആയിരുന്നില്ല, വൃദ്ധനായിട്ടുള്ള റിക്കിയായിരുന്നു. അയാളാണ് തന്റെ കൈത്തോക്കെടുത്ത് പെട്ടെന്ന് ഷോണിന് നേർക്ക് വെടിവെച്ചത്. ഷോണും സ്കോട്ടും അവിശ്വസനീയതയോടെ പരസ്പരം നോക്കി. അപ്പോൾ മരങ്ങളുടെ ഇടയിൽ നിന്നും റിക്കി ആ ക്യാബിന് നേർക്ക് പാഞ്ഞു വന്നു. അപ്പോഴേക്കും വെടിയേറ്റ ഷോൺ പിന്നോട്ട് മറിഞ്ഞു വീണു. ഇതോടെ സ്കോട്ട് ചാടി എഴുന്നേറ്റ് അവിടെ നിന്നും ഓടുവാനായിട്ട് തുടങ്ങി. അപ്പോൾ റിക്കിയുടെ ശ്രദ്ധ സ്കോട്ടിന് നേർക്ക് തിരിഞ്ഞു. അയാൾ അവന്റെ കഴുത്തിലും പുറത്തും വെടിവെച്ചു. മാരകമായിട്ടുള്ള പരിക്ക് പറ്റിയെങ്കിലും സ്കോട്ട് ഓട്ടം നിർത്തിയില്ല.
റിക്കി ആവട്ടെ സ്കോട്ട് വനത്തിന്റെ ഉള്ളിൽ മറഞ്ഞത് അല്പസമയം നോക്കി നിന്നു. പിന്നെ നിലത്ത് കിടക്കുന്ന ഷോണിനെ ഒന്ന് നോക്കി. മുഖത്ത് വെടിയേറ്റ അയാൾ അത്ര പെട്ടെന്ന് ചലിക്കുവാനായിട്ട് കഴിയാത്ത അവസ്ഥയിലാണ്. ആ സമയത്ത് റിക്കി വളരെ സാധാരണമെന്ന പോലെ തന്റെ തോക്കുയർത്തി. എന്നിട്ട് ഷോണിന്റെ നെഞ്ചിലേക്ക് ഒരു തവണ വെടിവെച്ചു. എന്നാൽ ഈ സമയത്ത് മറ്റൊരു മിറാക്കിൾ സംഭവിച്ചു. രണ്ടാമത്തെ വെടിയേറ്റതും ഷോൺ ചാടി എഴുന്നേറ്റു. ഭയം, വളരെ ശക്തമായിട്ടുള്ള അഡ്രിനാലിൻ അയാളിൽ പ്രവർത്തിപ്പിച്ചിരിക്കണം. ഷോൺ ചാടി എഴുന്നേറ്റ് വളരെ ശക്തമായിട്ട് റിക്കിയെ തള്ളി മാറ്റി. എന്നിട്ട് തന്റെ ജീപ്പിന് നേർക്ക് ജീവനും കൊണ്ടോടി. എഞ്ചിൻ ഓൺ ചെയ്ത് പറ്റാവുന്നത്ര വേഗത്തിൽ അയാൾ വാഹനം ഓടിച്ചു. ക്യാമ്പ് സൈറ്റിൽ നിന്നും 1-2 വളവ് തിരിഞ്ഞതും ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ റോഡിന് കുറുകെ എന്നോണം സ്കോട്ട് വേച്ച് പോകുന്നത് അയാൾ കണ്ടു. ഷോൺ സ്കോട്ടിന്റെ അടുത്തേക്ക് ജീപ്പ് ഓടിച്ചു. സ്കോട്ടിനുള്ളിലേക്ക് കയറുവാനായിട്ട് പാകത്തിന് ജീപ്പ് നിർത്തി. അടുത്ത നിമിഷം അവർ സഹായം തേടി പാഞ്ഞു. അങ്ങനെയാണ് 2 സ്ത്രീകൾ താമസിക്കുന്ന വീടിന്റെ മുൻപിലേക്ക് അവർ എത്തിയത്. സ്കോട്ടാണ് അവരുടെ വാതിലിൽ മുട്ടിയത്. അതേ സമയത്ത് ഷോൺ റോഡിൽ നിർത്തിയിരുന്ന ജീപ്പിന്റെ ഉള്ളിലായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് കഴിയാത്ത വിധം അയാൾ അവശനായിരുന്നു. തൊട്ടു പിന്നാലെ ആംബുലൻസും പോലീസും എത്തി. അവർ വരാന്തയിൽ കിടക്കുന്ന സ്കോട്ടിനെ മാത്രമല്ല ജീപ്പിന്റെ ഉള്ളിൽ കിടക്കുന്ന ഷോണിനെയും കണ്ടു. 2 പേരെയും ആംബുലൻസിൽ കയറ്റി. പിന്നാലെ ഹെലികോപ്റ്റർ വഴി ദൂരെയുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. ഇനി നമുക്ക് പോലീസ് വണ്ടിക്ക് മുൻപിൽ തകിടം മറിഞ്ഞ ട്രക്കിന്റെ കാര്യത്തിലേക്ക് വരാം. അപകടത്തിൽപ്പെട്ട ട്രക്ക് ഡ്രൈവറുടെ പേര് റിക്കി വില്യംസ് എന്നാണ്. പക്ഷെ അത് അയാളുടെ യഥാർത്ഥ പേരല്ലായിരുന്നു. റിക്കി വില്യംസ് എന്ന ഒരാൾ സത്യത്തിലില്ല. അത് അയാൾ ഉപയോഗിച്ചൊരു വ്യാജനാമമായിരുന്നു. അയാളുടെ യഥാർത്ഥ പേര് പോലീസ് മറ്റൊരു ക്യാമ്പ് സൈറ്റിൽ നിന്നും കണ്ടെത്തിയ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്നു. അതിൽ എഴുതിയിരുന്ന പേര് റാണ്ടൽ ലീ സ്മിത്ത് എന്നാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഡിസ്മൽ ക്രീക്കിനടുത്ത് 2 യാത്രക്കാരെ കൊലപ്പെടുത്തിയ അതേ റാണ്ടൽ ലീ സ്മിത്ത്. ആ ഇരട്ടക്കൊല 1981 നടന്നത്. അന്ന് അവൻ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ 96 നല്ല നടപ്പിന് പരോൾ കിട്ടി. പോലീസ് അയാളെ പരോളിൽ വിടും മുൻപായിട്ട് ഒരു ഇലക്ട്രോണിക് ബ്രേസ്ലെറ്റ് ധരിപ്പിച്ചിരുന്നു. ഇത് കുറ്റവാളികളെ ഒരു നിശ്ചിത കാലത്തേക്ക് ട്രാക്ക് ചെയ്യുവാനായിട്ട് കാലിൽ ഘടിപ്പിക്കുന്ന ഒരു ഉപകരണമാണ്. ഇതുവഴി ആ വ്യക്തിയുടെ ലൊക്കേഷൻ, അയാളുടെ ഇപ്പോഴുള്ള ശാരീരിക അവസ്ഥ, അങ്ങനെ തുടങ്ങി എല്ലാം പോലീസിന് മോണിറ്റർ ചെയ്യുവാനായിട്ട് കഴിയും. ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം അയാൾ തന്റെ അമ്മയോടൊപ്പം നിയമങ്ങൾ പാലിച്ച് ജീവിച്ചു. 2008 പോലീസ് അയാളുടെ ബ്രേസ്ലെറ്റ് നീക്കം ചെയ്തു. റാണ്ടൽ തന്റെ അമ്മയോടൊപ്പം താമസിക്കുവാനായിട്ട് ശ്രമിച്ചെങ്കിലും വൈകാതെ അതിന് സാധിക്കാത്ത അവസ്ഥയായി. കാരണം അയാൾക്ക് സ്ഥിരമായ ജോലിയില്ല. പണത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം റാണ്ടൽ തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഒരു നായയും കൂട്ടി അപ്പലാച്ചിയൻ ട്രെയിനിലേക്ക് താമസം മാറ്റി. സത്യത്തിൽ അന്ന് രാത്രിയിൽ സംഭവിച്ചത് ഇതാണ്. 2008 മെയ് 6 ഷോണും സ്കോട്ടും മീൻ പിടിക്കുവാനായിട്ട് ഡിസ്മൽ ക്രീക്കിലെത്തി. അപ്പോൾ മുതൽ റാണ്ടൽ ലീ സ്മിത്ത് എന്ന റിക്കി ഒരവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അതിന്റെ ബാക്കിയാണ് അന്ന് അവിടെ നടന്നത്. 1981 റാണ്ടൽ എന്തിനു വേണ്ടിയാണ് ആ 2 യാത്രക്കാരെ കൊന്നത്? അതുപോലെ ഷോണിനെയും സ്കോട്ടിനെയും ആക്രമിച്ചതിന് പിന്നിലെ കാരണം എന്താണ്? ആർക്കും അറിയില്ല. ഒന്നറിയാം, അയാൾ മാനസിക സ്ഥിരതയുള്ള ആളായിരുന്നില്ല. ഒരു പക്ഷേ അപ്പലാച്ചിയൻ ട്രെയിലിനെ വളരെ പവിത്രമായൊരു സ്ഥലമായിട്ടായിരിക്കണം അയാൾ കണ്ടത്. ഇത് തൻ്റെ വീടാണ്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. ഷോണും സ്കോട്ടും ആ സ്ഥലത്തോട് എന്തോ അനാദരവ് കാണിച്ചുവെന്ന് അയാൾക്ക് തോന്നിയിരിക്കാം. അതായിരിക്കണം കാരണം. ഭാഗ്യത്തിനാണ് ഇരുവർക്കും അന്ന് ജീവൻ തിരിച്ചു കിട്ടിയത്. പിന്നീട് അവർ ഇതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: റാണ്ടലിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ അവർക്ക് അവനോട് സഹതാപമാണ് തോന്നിയത്. അവർ ആദ്യം വിചാരിച്ചത് ഈ വൃദ്ധൻ മദ്യപാനിയും വീടില്ലാത്തവനും അപ്പലാച്ചിയൻ ട്രെയിലിലെ വനത്തിൽ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുന്ന ഒരു സാധുവായിരിക്കുമെന്നുമാണ്. അവർ അയാൾക്ക് ആഹാരം നൽകി. അയാളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ച് അയാളെ സന്തോഷിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ ഈ വൃദ്ധൻ ഒരു സൈക്കോ സീരിയൽ കില്ലർ ആണെന്ന് സ്വപ്നത്തിൽ പോലും അവർ വിചാരിച്ചില്ല. പോലീസ് കണ്ടെത്തിയ ക്യാമ്പ് സൈറ്റിലെ വസ്ത്രങ്ങളും കണ്ണടകളും അടിവസ്ത്രങ്ങളും റാണ്ടലിന്റെ ഇരകളുടെ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പോലീസ് ആ വസ്തുക്കളിൽ നിന്നും DNA സാമ്പിളുകൾ എടുത്തിരുന്നു. അതവർ വിശദമായിട്ട് പരിശോധിച്ചു. പക്ഷേ പോലീസിന്റെ ഡാറ്റാബേസിലെ മിസ്സിംഗ് പേഴ്സൺ ലിസ്റ്റിലുള്ള ആരുടെയും DNAയുമായിട്ട് അതൊന്നും പൊരുത്തപ്പെട്ടില്ല. ഭൂപടത്തിൽ അയാൾ വൃത്തം വരച്ചു വെച്ച എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് അവർ അന്വേഷിച്ചു. ഒരു ക്രൈമിന്റെ സൂചന അവർക്ക് കിട്ടിയില്ല. ഇതിന്റെ എല്ലാം പിന്നിലെ രഹസ്യം റാണ്ടലിന് മാത്രമാണ് അറിയൂ. അതിന്റെ അർത്ഥം നമ്മളും ആ യാഥാർത്ഥ്യം ഒരിക്കലും അറിയില്ല എന്നാണ്. കാരണം റാണ്ടൽ ആ ട്രക്ക് അപകടത്തിന് ശേഷം വെറും 4 ദിവസം മാത്രമാണ് ജീവിച്ചത്. ആശുപത്രിയിൽ വെച്ച് അയാൾ മരിച്ചു. ഷോണിന്റെ തലയിലും നെഞ്ചിലും ഇപ്പോഴും വെടിയേറ്റ പാടുകളുണ്ട്. അതുപോലെ സ്കോട്ടിന്റെ കഴുത്തിലും പുറത്തും വലിയ മുറിവുകളുണ്ട്. എങ്കിലും 2 പേരും പൂർണ്ണമായിട്ടും സുഖം പ്രാപിച്ചു. അവർ ഇപ്പോഴും ഡിസ്മൽ ക്രീക്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പിങ്ങിനും മീൻ പിടിക്കുവാനും പോകാറുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ഈ കഥയുടെ വേ ഓഫ് സസ്പെൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഷോർട്ട് ഫിലിം ചെയ്യുവാനുള്ള വകയുമുണ്ട്. ജസ്റ്റ് നമ്മുടെ നാട്ടിലെ പശ്ചാത്തലത്തിലേക്ക് ഈ കഥയും കഥാപാത്രങ്ങളെയും ഒന്ന് മാറ്റിയാൽ മതി. ഇടുക്കിയോ വയനാടോ ലൊക്കേഷൻ പിടിച്ചാൽ മതി. അപ്പോൾ മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുപോലെ ലൈക്ക്, കമൻറ്റ്, ഹൈപ്പ്, സബ്സ്ക്രൈബ് ഇതൊന്നും മറക്കരുത്.